السلام عليكم. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه فائزين بإذن الله أما بعد. അപ്പോൾ ഫാത്തിഹ സൂറത്ത് കഴിഞ്ഞതിന് ശേഷം റുക്കൂയിലേക്ക് പോവുകയാണ് വേണ്ടത്. റുക്കൂയിലേക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞു, കൈ ഉയർത്തി അല്ലാഹു അക്ബർ എന്ന് ഉയർത്തിയിട്ട് നമുക്ക് വരെ ഉയർത്തിയിട്ട് കൈ ഉയർത്തലാണ് സുന്നത്ത്. തക്ബീർ റുക്കൂഅ് സുജൂദ് എവിടേക്കാണോ പോകുന്നത്, ഏത് സ്ഥലത്തേക്ക് പോകുന്നോ അവിടം വരെ തക്ബീർ നീട്ടിക്കൊണ്ട് പോകലാണ് അല്ലാഹു അക്ബർ എന്നിട്ടേ കുഞ്ഞല്ല. സുജൂദ് നിലബന്ധിക്കുകയാണെങ്കിൽ അല്ലാഹു അക്ബർ ആ നൃത്തത്തിലെത്തുന്നവരെ തക്ബീർ എവിടുന്ന് എവിടത്തേക്ക് പോകുന്നോ അതുവരെ ആ തക്ബീർ നീട്ടലാണ് സുന്നത്ത്. 2 സുജൂദ് കഴിഞ്ഞിട്ട് ചെറിയൊരു ഇരുത്തം സുന്നത്താണ്. ഒന്നാമത്തെയും മൂന്നാമത്തെയും റക്അത്തിൽ, ഇടയിലത്തെ ആദ്യത്തെ നടുവത്തയ്യാത്തും ഇല്ലാത്ത റക്അത്തിൽ ഒന്നാമത്തെയും മൂന്നാമത്തെയും റക്അത്തിൽ 2 സുജൂദ് കഴിഞ്ഞിട്ട് അവിടെ ചെറുങ്ങനെ ഇരുന്നിട്ട് കൈവിട്ട് എണീക്കണം. ആ ഇരുത്തത്തിലും അല്ലാഹു നീട്ടിക്കൊണ്ട് തന്നെ പോകേണ്ടത്. റുക്കൂയിൽ പ്രത്യേകിച്ച് റുക്കൂവിൻ്റെ പരിധി, സാധാരണ ഒരു മനുഷ്യൻ കുനിഞ്ഞാൽ അവൻ്റെ കൈ കൊണ്ട് മുട്ട് പിടിക്കാൻ കഴിയുന്നത്ര കുനിയ. ഇതാണ് റുക്കൂവിൻ്റെ ഫർദ്. മുട്ടിന് കൈ വക്കൽ സുന്നത്തേ ഉള്ളൂ. ഫർദാണ് ഞാൻ പറയുന്നത്. ഒരാൾ റുക്കൂവിൽ ഫർദ് കടമ കൂട്ടണമെങ്കിൽ നിസ്കരിക്കുന്ന ഒരാൾ കൈ പ്രകൃതിയാ കൈ നീളം കുറഞ്ഞവൻ, അതിന് പ്രകൃതിയാ കൈ കുനിയാണ്ട് എൻ്റെ മുട്ടിനെത്താൻ ഇവന് പറ്റില്ല. സാധാരണ വളർച്ചയുള്ള മനുഷ്യൻ ഒന്ന് കുനിഞ്ഞാൽ മുട്ടിന് കൈ വെക്കാൻ എത്തുന്ന അത്ര കണ്ട് കുനിയലാണ് ഫർദ്. അതേ സമയത്ത് സുന്നത്താണ് ഉയർന്നത് അല്ലാഹു അക്ബർ എന്ന് തക്ബീറോടുകൂടി പോവുക. റുക്കൂയിൽ സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദിഹി എന്ന് 3 പ്രാവശ്യം ചെല്ലുക. ഇതിനെ ആവർത്തിക്കാൻ ഇടവരുത്തരുത്. നമ്മൾ ഒരുപാട് പുണ്യങ്ങൾ നഷ്ടപ്പെടുത്തുന്നുണ്ട്. പലപ്പോഴൊക്കെയുള്ള സുഖമാണ്. അത് തീർക്കും. ഇമാമിൻ്റെ കൈ പിന്നെ ഇങ്ങനെ ബാഹ്യം പൂട്ടി നിൽക്കുക. സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദിഹി റുക്കൂഅ് സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅ്ല നെറ്റി ഭൂമിയിൽ വെച്ചിട്ട് അള്ളാഹുവിനെ സ്തുതിക്കുക. അള്ളാഹുവെ നിന്നെ ഞാൻ പുകഴ്ത്തുന്നു, സുബ്ഹാന റബ്ബിയൽ അഅ്ല എൻ്റെ ഉന്നതനായ റബ്ബിനെ ഞാൻ പരിശുദ്ധമാക്കുന്നു. അത് 3ലധികം ചെല്ലിക്കുക. പറ്റപ്പാട്ട് ചെല്ലാൻ പാടില്ലാത്ത പോലെ അയാൾ കളിയണ്ട. പിന്നെ വായി കൂട്ടും. സുബ്ഹാന റബ്ബിയൽ അദീം ഇമാം അവിടെ തലവന്തിക്കുന്നതിന് മുമ്പ് തലവന്തിക്കൽ കറാഹത്താണ്. അപ്പോൾ എന്താക്കുക, ഇമാം തലവന്തിക്കുന്നവരെ പറഞ്ഞുകൊണ്ട് സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദിഹി സുബ്ഹാന റബ്ബിയൽ അദീം. അത് 11 അപ്പുറം ചെല്ലിയാലും നിസ്കാരം 10 പോയില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ക്ലാസ് കേൾക്കുന്ന ആളുകൾ ഇത്തരം കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാം. റുക്കൂയിലും സുജൂദിലും പോയിട്ട് വേഗം സുബ്ഹാന റബ്ബിയൽ അദീം സുബ്ഹാന റബ്ബിയൽ അഅ്ല 3 പറഞ്ഞ് മതിയാക്കുന്നവർ, ഇമാമ് തലവന്തിക്കുന്നവർ അത് വർദ്ധിപ്പിക്കുക. അത് ഒറ്റ അവർ സുന്നത്താണ്. 3, 5, 7, 11 വരെ വർദ്ധിപ്പിക്കൽ അത് സുന്നത്താണ്. പിന്നെ അത് വേറെ വർദ്ധിപ്പിക്കേണ്ട ദിക്റുണ്ട്. അല്ലാഹുമ്മ ലക റകഅതു വബിക ആമന്തു വലക അസ്ലംതു ഖശഅലക സംഇ വബസരി വമഖി വഅദ്മി വഅസ്ബി വശഅരി വബശരി വമസ്തഖലത്ത് ബിഹി ഖദമി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ ക്ലാസ് കേൾക്കുന്ന ആൾ മൊബൈലിൽ വെച്ചാൽ ഇത് 10 ദിവസം ഉറങ്ങാൻ കേൾക്കുന്ന വളക്ക് വെച്ചാൽ പഠിക്കാം. അതിനാണ് ഞാൻ ഇത് ക്ലാസ്സിൽ പറഞ്ഞത്. അത് വർദ്ധിപ്പിക്കൽ സുന്നത്താണ്. അത് ഫർദ് നിൽക്കാത്തിൽ ഇമാമിന് ചെല്ലാൻ പറ്റില്ല, ഇമാമിന് ചെല്ലാതെ മമ്മൂനും പറ്റില്ല. പിന്നെ എപ്പോഴാണ് മഗ്‌രിബിന് ശേഷമുള്ള സുന്നത്ത് നിൽക്കാത്തിൽ, ഇശാൻ്റെ സുന്നത്ത് നിൽക്കാത്തിൽ, പാതിരാക്കുള്ള തഹജ്ജുദിന് നമ്മൾ ഒറ്റയ്ക്ക് സുന്നത്ത് നിസ്കരിക്കുമ്പം സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദിഹി സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദിഹി സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദിഹി ഒരു ചെറിയ ദിക്ർ പഠിച്ചാൽ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർ ലി. റുക്കൂയിലും സുജൂദിലും വർദ്ധിപ്പിക്കൽ സുന്നത്താണ്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർ ലി. ഇതെടുക്കൽ കൊണ്ട് നിങ്ങൾക്ക് വേറെ ദോഷം ഒഴിവാകുന്നുണ്ട്. ഒരു സുന്നത്തിൻ്റെ കൂലി കിട്ടലി. പലരും ജമാഅത്തിൻ്റെ മസലി പറയേണ്ട വിഷയമാണ്. ഇമാമിൻ്റെ ഒന്നിച്ച് തലബന്ധിച്ചാൽ, ഇമാമിൻ്റെ ഒന്നിച്ച് പോക്ക് കറാഹത്താണ്, ജമാഅത്തിൻ്റെ കൂലി പോകും. അപ്പം നമ്മൾ സുബ്ഹാന റബ്ബിയൽ അഅ്ല വബിഹംദിഹി പറഞ്ഞിട്ട് 5 പറയാൻ നിന്നാലോ ഇമാമിൻ്റെ ഒക്കെ ഉയരുക എന്നുള്ള കറാഹത്ത് ഒഴിവായി. അത് സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദിഹി 3 പറഞ്ഞിട്ട് സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർ ലി മൊബൈലിൽ കേൾക്ക്, മൊബൈലിൽ പിടിക്കും നിങ്ങൾ ക്ലാസ്. എന്നിട്ട് അതൊന്ന് ഉറങ്ങാൻ കേൾക്കുമ്പോൾ 5 ദിവസം പഠിക്കാം. അപ്പം അത് പറയുന്ന സുന്നത്താണ്. സുബ്ഹാന റബ്ബിയൽ അഅ്ല സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദിഹി 3 പറയും എത്തുക. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർ ലി എന്നുള്ളത് റുക്കൂയിലും സുജൂദിലും വർദ്ധിപ്പിക്കൽ സുന്നത്താണ്. പിന്നെ റുക്കൂയിൽ പിന്നെ സുന്നത്ത് മുതുവും കഴുത്തും ഒരേ ഒരു പലക പോലെയാകുക. ചില ആൾ റുക്കൂയിൽ കാണാം തലയും കുനിച്ചിട്ട് തല അങ്ങ് കുണ്ടിരി പുറം പല പോലെ അങ്ങനെയാവും. ചില ആൾ റുക്കൂയിൽ പോയാൽ ഒട്ടകത്തിൻ്റെ വലുതാ തല ഇങ്ങനെ പൊന്തിച്ചിട്ട്
രണ്ടും ആവരുത്. തല ഇങ്ങനെ ഉയർത്തിയിട്ടും ആവരുത്, തല കുണ്ടിലും ആവരുത്. തലയും പുറവും ഒരുപോലെ. ഞാൻ ആദ്യം പറഞ്ഞ ഞങ്ങൾ കേട്ടില്ലേ, മോഹൻ വൈദ്യർ പറഞ്ഞ ഞങ്ങൾക്ക് ഓർമ്മയില്ലേ, മുസ്ലിങ്ങൾക്ക് യോഗ ആവശ്യമില്ല, നിസ്കരിക്കുന്ന മാപ്പിളാർക്ക് യോഗയ്ക്ക് വേണ്ടി പോകേണ്ട ആവശ്യമില്ലാന്ന് പ്രഗത്ഭ വൈദ്യർ മോഹൻ വൈദ്യർ പറഞ്ഞാൽ, അതുകൊണ്ട് വ്യായാമത്തിനുണ്ട് ആരും നിസ്കരിക്കാൻ തുടങ്ങിക്കളേണ്ട, അള്ളാഹ് കൂലി കിട്ടില്ല. അത് വേറെ കാര്യമാണ്. അള്ളയും നബിയും നമ്മളോട് കൽപ്പിച്ച എല്ലാ ഇബാദത്തിലും ആരോഗ്യപരമായ പ്രശ്നമുണ്ട്. ഇബാദത്തെടുക്കുന്ന ആൾക്ക് ഞാൻ പല പ്രാവശ്യം ഉണർത്തി, 95-90 വയസ്സായ സമസ്തൻ്റെ വലിയ വലിയ ആരോഗ്യങ്ങൾക്ക് എന്താ കുഴപ്പമില്ല, അവർ ഫുട്ബോൾ കളിച്ചിനാ, അവർ ക്രിക്കറ്റ് കളിക്കാൻ പോയില്ല. ഇതന്നെയാണ് ആ നിസ്കാരം കൃത്യമായി നിസ്കരിക്കാം. അപ്പോൾ റുക്കൂവിലെ തല എങ്ങനെ വെക്കേണ്ടത്, ശരിക്ക് തലയും പുറവും ഒരുപോലെ ഒരു പലകയായി വെക്കുക. അങ്ങനെ പിന്നെ റുക്കൂവിൽ കൈ 2 മുട്ട് കൊണ്ട് കൈ മുട്ട് പിടിക്കുക. ആ വിരൽ കൂട്ടിയിട്ടും ആവണ്ട, വിലാണ്ട് അകത്ത് വേണ്ട, സാധാരണ രൂപത്തിൽ കൈ കൊണ്ട് 2 മുട്ടാണ് പിടിക്കുക. ഇതൊക്കെയാണ് റുക്കൂവിൻ്റെ സുന്നത്തുകൾ. എന്നാൽ റുക്കൂവിന് പോകുമ്പോൾ നിസ്കാരത്തിൻ്റെ നിയ്യത്ത് ആദ്യത്തിലേ വേണ്ടും. ബാക്കി ഓരോന്നിനും ഞാൻ റുക്കൂ ചെയ്യുന്നു, ഞാൻ സുജൂദ് ചെയ്യുന്നു എന്ന് കരുതേണ്ട ആവശ്യമില്ല. അതേ അവസരത്തിൽ അല്ലാത്ത ആവശ്യത്തിന് വേണ്ടി ഒറ്റമ്പത് നിസ്കരിക്കുമ്പോൾ ബേക്കുന്നത് ഒരു പെരാന്ത പതിച്ച് പിടിച്ചോ ഇങ്ങോട്ട് കുഞ്ഞിച്ച് അവൻ്റെ ഫാറ്റ് കഴിഞ്ഞ് നബി ഉസ്മാൻ റബി റദീം പറഞ്ഞാൽ റുക്കു ആക്കിയാൽ പറ്റില്ല. ഒരു പെരാന്ത പതിച്ച് ചെയ്യണം, റുക്കു എന്നിട്ട് ബേക്കത് പിടിച്ച് അറ്റ മടക്കി, എന്നാൽ പിന്നെ ഉസ്മാൻ റബി അത് മടക്കിയല്ല. അല്ലെങ്കിലോ കാലിൻ്റെ മുട്ടിനെന്തോ കൊതു കടിച്ച് അങ്ങനെ മടങ്ങി ആ ഫാറ്റ് കഴിഞ്ഞല്ല ഉസ്മാൻ റബി റദീം. ഇപ്പം ഞാൻ റുക്കൂ ചെയ്യുന്നു, ഞാൻ സുജൂദ് ചെയ്യുന്നു എന്ന് കരുതേണ്ട ആവശ്യമില്ലെങ്കിലും വേറെ ഇതിലുദ്ദേശം ഇല്ലാതിരിക്കണം. മറ്റെന്തെങ്കിലും ഉദ്ദേശിച്ചതിന് വീണത് വിദ്യാക്കുക പരിപാടി ഇല്ലേ, സംഗതി വീണ് പിന്നെ ആളുകളെന്ന് പറയാം ഞാൻ ഇങ്ങനെ മലക്കം പറഞ്ഞാന്ന് പറയാം. അതുപോലെ വീണത് വിദ്യാക്കാൻ പറ്റില്ല. എന്തോ കാരണത്തിന് വേണ്ടി കൊതു കളിച്ചപ്പം മണങ്ങിയത് റുക്കുവാക്കിയാൽ റുക്കു പറ്റില്ല. അപ്പോൾ റുക്കു ചെയ്യുന്നു എന്ന് നീയത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ഏതെങ്കിലും കാരണത്താൽ ഒരാൾ കുഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നേരെ നിന്നിട്ട് രണ്ടാമത് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് റുക്കുവിലേക്ക് പോകണം. അത് റുക്കുവായാലും സുജൂദായാലും അടിയിരുത്തലായാലും എല്ലാം ശരിയാണ്. നമ്മൾ സുജൂദിൽ പോയി രാത്രി നമസ്കരിക്കുന്നത് സുബ്ഹാന റബ്ബിയൽ അഅ്ല എന്ന് പറയുമ്പോൾ ഉറുമ്പ് കടിച്ച് എന്തോ പിടിച്ച് കടിച്ച് ഇരട്ടത്താണ് തല കൊണ്ട് വെച്ചിട്ട് റബ്ബി ഫിർലി പറഞ്ഞില്ല. നീ തല ഉയർത്തിയത് ഉറുമ്പ് കടിച്ചിട്ടാണെങ്കിൽ തലയാണ്ട് വെച്ചിട്ട് രണ്ടാമത് ഇരണം. ഞാൻ തല ഉയർത്തുന്നു, ഞാൻ ഇടയിരുത്തിയിരിക്കുന്നു എന്ന് കരുതേണ്ട ആവശ്യമില്ല. മറ്റൊരു ഉദ്ദേശത്തിന് വേണ്ടി ചെയ്ത പ്രവൃത്തി നിസ്കാരത്തിൻ്റെ ഫർളായി തിരിച്ചാൽ ആ നമസ്കാരം പറ്റുകയില്ല. പിന്നെ ഇനി സാധാരണ മൗമൂമിൻ്റെ വിഷയമല്ല, സാധാരണ നിസ്കരിക്കുന്ന ഒരാൾ മൗമൂമിനിക്ക് പ്രത്യേക നിയമമാണ്. ഇമാമോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ഒരാൾ സുജൂദ് ചെയ്തപ്പോൾ എനിക്ക് സംശയം, ഞാൻ റുക്കൂ ചെയ്തിനോ ഇല്ലേ. നമ്മളൊക്കെ നിസ്കാരത്തിന് അത്ര എല്ലാം വരുള്ളൂപ്പാ, കൈ കെട്ടിയിട്ടാകുമ്പല്ലേ എല്ലാ പീടിയിലെ കണക്കും എല്ലാ നാടൻ കണക്കും എല്ലാം കല്യാണം നിശ്ചയിച്ച് മങ്ങത്തിന് വിളിച്ച് യോഗത്തിന് വിളിച്ച് എല്ലാം പോകേണ്ടതെല്ലാം ഓർമ്മ വരുന്ന നിസ്കാരത്തിലാണ്. ഇങ്ങനെ കണക്കൂട്ടിക്കൊണ്ട് നിസ്കരിക്കല്ലേ. സുജൂദിലെത്തിയപ്പോൾ സംശയം, ഞാൻ റുക്കൂ ചെയ്തിനോ ഇല്ലേ. ഞാൻ പോയി റുക്കുവിലെത്തിന് മഅ്മൂമാണ് സംശയിച്ചെങ്കിൽ എനിക്ക് നിയമം പറയാം, ഓൻ അവസാനം ഇമാമ സലാം വീട്ടിൽ ഞാൻ റക്കഅത്ത് വരണം, ആടുന്നവനാണ് ചോദിക്കുക. ഇമാമോ ഒറ്റക്ക് നിസ്കരിക്കുന്ന ഒരാൾ സുജൂദിലെത്തിയപ്പോൾ ഞാൻ സംശയിക്കുന്നത് ഞാൻ റുക്കൂ ചെയ്തോ ഇല്ലേ, എന്നാൽ എഴുന്നേറ്റ് പോയിട്ട് റുക്കൂ ചെയ്ത് എന്നിട്ട് സമയല്ലാഹു എന്നത് കഴിഞ്ഞിട്ട് സുജൂദിലേക്ക് അവയ്ക്ക് ആവശ്യമാണ്. അന്നത്തെ തന്നെ പോയിട്ട് എന്നാൽ പിന്നെ സുജൂദ് എനിക്ക് പണി ലാഭം നോക്കിയത് ആച്ചോളാം. ഇവൻ അങ്ങോട്ടും പോണ്ടല്ലോ, സുജൂദിന്ന് പൊന്തിയിട്ട് റുക്കുവാക്കിയാലോ അത് പറ്റൂല. സുജൂദിന്ന് എഴുന്നേറ്റ് നിത്തെത്തുന്ന റുക്കുവിലേക്ക് പോകണം. അപ്പോൾ അത് മറന്നുപോയി സുജൂദ് ചെയ്താൽ അത് എണീക്കുന്ന ആ വീണത് വിദ്യാക്ക ആ എണീക്കൽ തന്നെ റുക്കുവാക്കിയാൽ പറ്റില്ല. എഴുന്നേറ്റ് നിന്നിട്ട് അല്ലാഹു അക്ബർ എന്നിട്ട് റുക്കുവിലേക്ക് വരണം. അല്ലാഹു അക്ബർ പറഞ്ഞാലും പറഞ്ഞതിൻ്റെ കുഴപ്പമില്ല, സുന്നത്താണ്. അങ്ങനെ അണിയണം. ഇപ്പം റുക്കൂ സുജൂദ് നിസ്കാരത്തിൻ്റെ 5-ാമത്തെ ഫർള് റുക്കൂ. 6-ാമത്തെ ഫർള് ഇഅ്തിദാൽ. ഇഅ്തിദാൽ എന്ന് പറഞ്ഞാൽ എന്താ, റുക്കൂ ചെയ്യുന്നതിന് മുമ്പുള്ള അവസ്ഥയിലേക്ക് മടങ്ങുക. റുക്കൂ ചെയ്യുന്നതിന് മുമ്പ് നീ എങ്ങനെ നമ്മൾ സാധാരണ നമ്മളെ നൃത്തത്തിലാണ് എന്നാൽ നിൽക്കുക. ഇരുന്ന് നിസ്കരിക്കുന്നവനാണ് റുക്കൂ എങ്ങനെയാണ്, മുട്ടിന് പുറത്തായിട്ട് തലൻ്റെ മുട്ട് നെറ്റിയാൻ കുനിക്കുക, ജീവിതത്തിലേക്ക് മടങ്ങുക. കിടക്കുന്നവനാണ് എന്നാലോ കിടന്ന് നിസ്കരിക്കുന്നത് തലകൊണ്ട് കുനിക്കുക, ഇതിന് എന്നാൽ തല നേർക്കാക്കുക. അപ്പോൾ റുക്കൂവിന് മുമ്പ് എങ്ങനെയാണോ ആ അവസ്ഥയിലേക്ക്
മടങ്ങാം ഇൻഷാ അല്ലാഹ്. ബാക്കി നാളെ. അസ്സലാമു അലൈക്കും.